സെയിൽസ് എന്ന പ്രോസസ്സിൽ 7 സ്റ്റേജസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പ്രോസസ്സാണ് പ്രോസ്പെക്ടിങ്. അവിടെ നമ്മൾ നീഡ് ആൻഡ് പെയിൻ പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യുന്നു. രണ്ടാമത് പ്രിപ്പറേഷൻ, ആ വ്യക്തിയെ കാണുന്നതിന് മുമ്പിട്ട് ഇത് ചെയ്യും, നമ്മൾ തയ്യാറെടുക്കും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് അപ്രോച്ച്. അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അത് വളരെ സിമ്പിൾ. അതിൽ നിന്ന് വേണ്ടി തന്നെ നമുക്ക് മനസ്സിലാവും. അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയെ സമീപിക്കുന്നതിന് ഓരോ മെത്തേഡുകളുണ്ട്. മോഹൻലാൽ ഒരു പിക്ചറിൽ പറയുന്നുണ്ട്, ഈ പേനെ കൊല്ലുന്നതിന് ആരും പാറ്റൻഡാക്കുകൾ ഉപയോഗിക്കാറില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ. അതായത് നമ്മൾ ഓരോ വ്യക്തിയെ കാണുന്നതിന് ഓരോ രീതികൾ, ഓരോ അപ്രോച്ചുകളുണ്ട്. അപ്പം ഉദാഹരണത്തിന് നിങ്ങളൊരു കമ്പനിയുടെ ചെയർമാനെയാണ് കാണാൻ പോകുന്നത്. അപ്പൊ ചെയർമാനെ നിങ്ങൾക്ക് വിളിക്കുക പോസിബിൾ ആയിരിക്കില്ല. അപ്പൊ നിങ്ങൾ അവിടെ ഒരു ഇമെയിൽ അയക്കാതിരിക്കും. അപ്പൊ ഏത് മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ആവശ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ഏത് മെത്തേഡ് ആയിരിക്കും അദ്ദേഹത്തിന് ആപ്ലിക്കബിൾ എന്ന് മനസ്സിലാക്കണം. അതാണ് ഡെസിഗ്നേഷൻ അനുസരിച്ചും ഏജ് അനുസരിച്ചും ഡെമോഗ്രാഫി അനുസരിച്ചും. അല്ലെങ്കിൽ ഇപ്പം അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം ഇപ്പൊ സാധാരണ രീതിയിൽ ജോലിയുള്ളവർക്ക് ഫേസ്ബുക്കിൽ ഇരിക്കാറില്ല. അപ്പം അവിടെ ആരെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് നമുക്ക് അറിയണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടൈമിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു സീനിയർ പേഴ്സണെ വിളിക്കുന്നതിന് പ്രത്യേക ടൈമിംഗ് ഉണ്ട്. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് എടുത്ത് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. അദ്ദേഹത്തിന്റെ കൺവീനിയന്റ് ടൈം ചോദിച്ചിട്ട് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. അപ്പം ടൈമിംഗ് എന്താണെന്നുള്ളത് അറിയാം. പിന്നെ യഥാർത്ഥത്തിൽ ഡിസിഷൻ മേക്കിംഗ് പവർ ആർക്കാണെന്ന് അറിയാം. അതായത് എല്ലാവർക്കും ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടാവില്ല. അപ്രോച്ച് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സെയിൽസ് ക്ലോസ് ചെയ്യാൻ ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ള വ്യക്തിയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എളുപ്പമായി. അപ്പൊ താഴെക്കടയിലുള്ള ആൾക്കാരെ കണ്ട് പോകുമ്പോഴത്തേന് ചിലപ്പോൾ നിങ്ങൾക്ക് ആ സെയിൽസ് നഷ്ടപ്പെട്ടു. അപ്പൊ ടൈം വേസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടോ എന്നുള്ളത് ആ അപ്രോച്ചിന് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കണം. പിന്നെ കസ്റ്റമറുടെ റിയൽ പെയിൻ പോയിന്റ്സ് എന്താണ്, ഇപ്പൊ ഇമ്മീഡിയറ്റ്ലി പരിഹരിക്കേണ്ട എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ. അതായത് ഉദാഹരണത്തിന് അവർക്ക് ഒരു സോഫ്റ്റ്വെയറിന്റെ ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ്. അപ്പം നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ സൊല്യൂഷനായിട്ട് വേണം പോകാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പെയിൻ പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ അതിനെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാലേ അവരുടെ ഓപ്പറേഷൻസ് മനസ്സിലാക്കുക. അവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയയിലോ അങ്ങനെയുള്ള ലിങ്കുകളിലൂടെ യഥാർത്ഥത്തിൽ ഈ കമ്പനി ചെയ്യുന്നത് എന്താ, അല്ലെങ്കിൽ ഈ വ്യക്തി ചെയ്യുന്നത് എന്താ എന്ന് മനസ്സിലാക്കി തന്നെ വിളിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാറിന് ജോലി വേണമെന്ന് ചോദിക്കുന്ന രീതിയിൽ വിളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അപ്രോച്ച് ചെയ്യുമ്പം നമ്മൾ അതിൽ ഡെമോഗ്രാഫി മനസ്സിലാക്കുക, പെയിൻ പോയിന്റ് മനസ്സിലാക്കുക, നീഡ് മനസ്സിലാക്കുക, അതോടൊപ്പം തന്നെ ടൈമിംഗ് പ്രോപ്പർ ആണെന്ന് ഉറപ്പാക്കുക, ആ മനുഷ്യന്റെ ഡെസിഗ്നേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, അയാളുടെ സെൽഫ് എസ്റ്റീമിനെ ഹനിക്കുന്നതായിട്ട് യാതൊന്നും ചെയ്യാൻ പാടില്ല. അയാൾക്ക് എന്തെങ്കിലും തോന്നുന്നതാണ് അയാളുടെ സെൽഫ് എസ്റ്റീമിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിനെ അയാൾ വെറുതെ കളയും. അപ്പൊ വളരെ ഭവ്യതയോടെ എന്ന് വിചാരിച്ചാൽ നമ്മള് ബഹു ചെയ്തിരിക്കണമെന്നൊന്നുമില്ല. നമ്മളുടെ റെസ്പെക്ട്, മ്യൂച്വൽ റെസ്പെക്റ്റിൽ തന്നെ ആയിരിക്കണം നമ്മൾ എപ്പോഴും അപ്രോച്ച് ചെയ്യുന്നത്. ഈ അപ്രോച്ച് പലപ്പോഴും നമുക്ക് മറ്റൊരു പ്രയോജനം എന്ന് വെച്ചാൽ ലോങ് ടൈം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ അപ്രോച്ച് നമ്മളെ സഹായിക്കും. പലപ്പോഴും ഒരു സെയിൽസ് പേഴ്സൺ അവരുടെ മനസ്സിലാണ് കുടിയേറുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നു, രണ്ടുപേരെ കണ്ടുമുട്ടുന്നു, ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യപ്പെടുന്നത് മനസ്സിലാണ്. പ്രൊഡക്റ്റ് സെക്കൻഡറിയാണ്, പ്രൊഡക്റ്റ് പിന്നാലെ വരുന്ന കാര്യമാണ്. പക്ഷെ അയാളുടെ മനസ്സിൽ കയറി പറ്റാൻ കഴിഞ്ഞാൽ അയാൾ പറയുന്നത് എന്ത് പ്രൊഡക്റ്റും വാങ്ങും. ഇവിടെ നമുക്ക് ഹിപ്നോട്ടിക് സെല്ലിംഗ് ടെക്നിക്കുകൾ വളരെ അനിവാര്യമാണ്. അപ്പൊ ഹിപ്നോട്ടിക് സെല്ലിംഗ് ടെക്നിക്ക് എന്താണെന്ന് ഞാൻ വിശദമായിട്ട് പറയാം. ഹിപ്നോട്ടിക് സെല്ലിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ തന്നെ മനസ്സിലാവും. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആളെ ഹിപ്നോട്ടൈസ് ചെയ്യാം. അയാളുടെ മനസ്സിലുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് നമ്മൾ പെരുമാറാൻ കഴിയും. അതിന് പ്രിപ്പറേഷൻ ആവശ്യമാണ്. നമ്മുടെ ഇൻഡ്യൂഷൻസിനെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിന് പ്രാക്ടീസ് ആവശ്യമുണ്ട്. അപ്പം ഓരോ സെയിൽസ് പേഴ്സണും ഹിപ്നോട്ടിക് സെല്ലിംഗ് വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യണം. ഹിപ്നോട്ടിക് സെല്ലിംഗ് മെത്തേഡ്സുകൾ പഠിച്ചിരിക്കണം. അപ്പം മൂന്നാമത്തെ സ്റ്റെപ്പായ അപ്രോച്ചിൽ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അപ്രോച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ടൈം ചോദിക്കുക, കൺവീനിയൻസ് ചോദിക്കുക, അദ്ദേഹത്തിന് പേഴ്സണലൈസ് ചെയ്ത് മെസ്സേജ് അയക്കുക. ആ എന്ത് മെസ്സേജും പേഴ്സണലൈസ് ആയിരിക്കണം. അതായത് ഈ സെൽഫ് എസ്റ്റീം കൂടുതലുള്ള അല്ലെങ്കിൽ ഉയർന്ന പൊസിഷനിലേക്കൊക്കെ വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ജനറൽ മെസ്സേജ് അവർ വായിക്കില്ല. അതായത് ഇപ്പൊ കല്യാണത്തെ വിളിക്കുന്ന പോലാണ്, എന്നെ നേരിട്ട് വന്ന് വിളിച്ചെങ്കിലും ഞാൻ വരുള്ളൂ എന്ന് പറയുന്ന രീതിയിലാണ് ഈ സെയിൽസ് പേഴ്സൺ ഉയർന്ന പൊസിഷൻ ഇരിക്കുന്ന ആളുകൾ പറയുന്നത്. എനിക്ക് വന്ന മെയിൽ മാത്രമേ ഞാൻ വായിക്കുള്ളൂ, എന്റെ പേരിൽ വരുന്ന സാധനം അല്ല ജനറൽ മെയിൽ ഇടരുത്. അതുപോലെ ഗ്രൂപ്പ് മെസ്സേജ് ഞാൻ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഗ്രൂപ്പിലൊക്കെ പുള്ളി ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കില്ല. അപ്പം പേഴ്സണലൈസ് ചെയ്ത് മെസ്സേജ് അയക്കുക, മെസ്സേജുകൾ കാണുക. പിന്നെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങളെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഒബ്ജക്ഷൻ ഉണ്ടാവുമെന്ന് ചിന്തിച്ചുള്ള ആന്റിസിപ്പേറ്റ് ഒബ്ജക്ഷൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഏതൊരു സാധനത്തിനെ എതിർക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്.
അതിനൊരു സൈക്കോളജി ഉണ്ട്. അതായത് ഒരു സാധനം നമ്മൾ വിൽക്കാൻ പോകുന്ന സമയത്ത് അതിനെ ഒബ്ജക്റ്റ് ചെയ്യുക എന്നുള്ളത് അയാളുടെ ആവശ്യമാണ്. കാരണം ഓരോ സെയിൽസ് പേഴ്സണും ഒരു സെയിൽസിൽ വിജയിക്കുമ്പോൾ അയാൾക്ക് തോന്നുന്നു എനിക്ക് മറ്റേയാളെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞു മനസ്സിൽ സബ്കോൺഷ്യസ്ലി അൺകോൺഷ്യസ്ലി എപ്പോഴും തോന്നുന്നുണ്ടാവും. അതുപോലെ തന്നെ ഈ സെയിൽസ് പേഴ്സൺ മേടിക്കുന്ന ആള് ഈ ബയറെ സംബന്ധിച്ചൊരു തോന്നലുണ്ടാവും, ഇവിടെ അവരെന്നെ വീഴ്ത്തി കളഞ്ഞല്ലോ എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ അതിനൊരാൾ നിന്നു കൊടുക്കില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്യും? മാക്സിമം അതിന് ചെയ്യാതിരിക്കാൻ വേണ്ടി തന്ത്രങ്ങൾ മെനയും. അതാണ് ഒബ്ജക്ഷനായിട്ട് നമുക്ക് വരുന്നത്. അതായത് ഈ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗിലേക്ക് നമുക്ക് മെയിനായിട്ട് വരാൻ പോകുന്ന ഇത്തരം ഒബ്ജക്ഷനുകളാണ്. അപ്പൊ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാല് ആ വ്യക്തി ഏതൊക്കെ രീതിയിൽ ഒബ്ജക്ട് ചെയ്യാം എന്ന് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്ത് അതിനുള്ള കൗണ്ടർ മെഷേഴ്സുമായിട്ട് വേണം ഈ സെയിൽസ് പേഴ്സൺ അയാളെ അപ്രോച്ച് ചെയ്യാം. അപ്രോച്ചിൽ വരുന്നത് നമ്മുടെ അപ്രോച്ചിൽ വരുന്നത് പ്രിപ്പറേഷൻ കഴിഞ്ഞ് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അവിടെ അയാളെ നമുക്ക് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം, അപ്രോച്ച് പല രീതിയിൽ ചെയ്യാം. നമ്മുടെ സക്സസ് സ്റ്റോറീസ് പറയാം, നമ്മുടെ ഒരു കേസ് സ്റ്റഡി വേണേ എടുത്ത് പുള്ളി ഇത് കാണിക്കാം. പിന്നെ നമ്മുടെ ഹിസ്റ്ററി, ഇതുവരെയുള്ള കമ്പനിയുടെ ഹിസ്റ്ററീസ് നമുക്ക് ഷെയർ ചെയ്യാം. പിന്നെ നമ്മുടെ തന്നെ സക്സസ് സ്റ്റോറി അവരോട് എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പം ആളുകൾക്ക് എന്താണ് ആവശ്യം? ഇതിനു മുമ്പ് ആരെങ്കിലും ഈ പ്രൊഡക്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടോ? അവരെത്ര പെർസെന്റേജ് വിജയിച്ചു? 100% അവർ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും വിജയിക്കും. എല്ലാവർക്കും ഈ ഒരു ഗ്രൂപ്പിലേക്ക് ചേരാനാണ് എല്ലാവരും ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമർ തീർച്ചയായിട്ടും ആ പ്രൊഡക്റ്റ് വാങ്ങും. അങ്ങനെയാണ് മൂന്നാമത്തെ സ്റ്റെപ്പാണ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ.